അപ്പം മമ്മി ആ മാങ്ങയെല്ലാം മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ദേ മമ്മി ഇന്നലെ ഞാൻ കാണിച്ചില്ലേ മാങ്ങ, നാട്ടുമാങ്ങ, അത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യൽ ജ്യൂസാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടീനെക്കാട്ടിൽ യമ്മി ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. ഇന്നലെ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം ഫ്രിഡ്ജിൽ ഇരുന്ന മാങ്ങ ആയതുകൊണ്ട് മമ്മി ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണ് തോല് ചെത്തി എടുക്കുന്നത്. എന്നാലും ബാക്കി കാണിച്ചു തരാം വീഡിയോ എങ്ങനെയാണെന്ന്. അപ്പം മമ്മി ദാണ്ട് മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നാട്ടുമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഒത്തിരി മാങ്ങ എല്ലായിടവും കാണുമല്ലോ. അപ്പം എന്തായാലും മസ്റ്റായിട്ട് ഈ ജ്യൂസ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്കിനിയും ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ മാംഗോ പീസസ് എല്ലാം നമുക്ക് ജ്യൂസിൻ്റെ അകത്തേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ജ്യൂസായിട്ട്, മാംഗോ ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനിയും പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഈ ജ്യൂസർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് മാത്രമായിട്ട് വരത്തുള്ളൂ, പൾപ്പെല്ലാം അതിനകത്ത് തന്നെ നിൽക്കും. ബാക്കിയും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ. നമ്മൾ അങ്ങനെ മാംഗോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി അത് നേരെ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ്, ഇച്ചിരി പഞ്ചസാര എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ തിളപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്തിരുമ്പോൾ കേടാവും. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. ഇത് കുറേ നാളത്തേക്ക് നമ്മൾ ഇങ്ങനെ ആക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് ഇരിക്കും കേട്ടോ. നല്ല രീതിയിൽ തിളക്കട്ടെ. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുക, കുറച്ചും കൂടി ആഡ് ചെയ്യുക. പിന്നെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് പഞ്ചസാര കുറച്ച് മതി. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് ഫ്രൂട്ടി വാങ്ങി കുടിക്കത്തില്ല. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ജ്യൂസ് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. മറ്റേ അതേപോലെ തിളപ്പിച്ചിട്ട് നമ്മൾ നേരെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് തണുപ്പിച്ച് കുടിക്കണം. ഇത് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ആക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് കാണും. ഇഷ്ടാനുസരണം വെള്ളം ആഡ് ചെയ്യുകയും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ. തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് കുപ്പിക്കകത്ത് ഒഴിച്ച് ഓഫ് ചെയ്ത് വെക്കണം. തണുക്കുമ്പോൾ കുപ്പിക്കകത്ത് ഒഴിച്ച് വെക്കും. ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക. കണ്ടോ, നല്ലോണം തിളയ്ക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കട്ടെ ഇവിടെ ഇരുന്നിട്ട്. നമ്മളിത് കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ച് തണുപ്പിച്ച് എടുത്തതാണ്. വൈകിട്ട് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ഫ്രൂട്ടി പോലെ തന്നെയാണ്, പക്ഷേ നല്ല അതിനേക്കാളും ടേസ്റ്റുമാണ്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് നാൾ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോളും. കുടിച്ചു നോക്കട്ടെ. കറക്റ്റ് നമ്മൾ ഫ്രൂട്ടിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ്. ഫ്രൂട്ടി കുടിക്കുമ്പോൾ ആ ഉള്ളൊരു ടെക്സ്ചർ വരത്തില്ലേ, ആ സെയിം ടെക്സ്ചർ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് ഇതാണ് സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.